അത് ഒരുപാട് പേര് എന്നോട് വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഒന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാത്ത എന്നോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു ക്രൈസ്തവ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ദൈവത്തെ മാത്രമേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കിന്ന് അത്യാവശ്യം പ്രാർത്ഥിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടുന്ന് തന്നു. കൂടുതൽ എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ തിരുവചനങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നിറയായിരുന്നു. ഒരു പ്രാവശ്യം വരുന്ന വചനം തന്നെ ഞാൻ വീണ്ടും വരും. അങ്ങനെ ഓരോ ഇവിടെ ജോസഫ് അച്ഛൻ പറയുന്ന സ്പീച്ചുകളെല്ലാം ഞാൻ എഴുതിയെടുക്കാറുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കൂടുമ്പോൾ ഒരു സമയം ഒരു അവസ്ഥ കഴിയുമ്പോൾ ടെൻഷൻ കാരണം നമുക്ക് വല്ലാത്തൊരു സ്റ്റേജിലോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം യാന്ത്രികമായിട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പേനയും ഒരു പേപ്പറുമായിട്ടിരിക്കും. ഇരുന്ന് അച്ഛൻ പറയുന്ന ആദ്യം മുതൽ അവസാനം വരെ എഴുതിയെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുകയും ചെയ്യും. ഞാൻ കൂടുതൽ ദൈവവുമായി അടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി, മഹത്വം, ദൈവം അതിൻ്റെ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പൂർണ്ണതയിൽ നിന്നും നിനക്ക് ആവശ്യമായതെല്ലാം യേശുക്രിസ്തു വഴി തരും എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിലൂടെ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതും സ്ഥിരമായി എന്നെ ഇതിൽ നിർത്തി പ്രാർത്ഥിക്കാനുള്ള ഒരനുഗ്രഹവും അഭിഷേകവും തന്നതിന് ഞാൻ 100 കോടി പ്രണാമം ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും അർപ്പിക്കുന്നു. എൻ്റെ ഓരോ ശ്വാസവും, നമ്മൾ ഓരോ നിമിഷവും എടുക്കുന്ന ഓരോ ശ്വാസവും നിനക്ക് നന്ദിയായി ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അമ്മയ്ക്ക് 100 കോടി പ്രണാമം.